ചങ്ങായിമാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ 30 ദിറംസ് ഉണ്ടാ അടിപൊളി സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ കാണാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോയി തരാം. ചെങ്ങായിമാരത്തെ എന്തിനെ കുറിച്ച് പറഞ്ഞ വല്ല പൊടുത്തണ്ട. നമ്മളെ ഹെയിലി ഫൺ സിറ്റിനെ കുറിച്ചിട്ട് അവിടെ ചെങ്ങായിമാരെ പാർക്കും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഉള്ളിക്കാണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ദിറംസ് ആണ്. അവിടെ ചോപ്പ് ലൈൻ ഉണ്ട്, അതിന് മേലേക്കുള്ളവർക്ക് റേറ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താ പറയുക നാട്ടിലത്തെ ഒരു വേലക്കൊക്കെ പോയ മാറ്റുള്ള നല്ലൊരു ഫീലിംഗ്. 30 ദിറംസിൽ എന്തൊക്കെ നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും, അതിൽ ഫുള്ളിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഫുൾ ഫ്രീ ആണ്, ടിക്കറ്റിന്റെ പൈസ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അല്ലേലാണ് ചെങ്ങന്മാരെ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 30 ഉറുപ്പിന്റെ ദിവസങ്ങൾ ഏതൊക്കെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വയും ബുധനാഴ്ചയാണ്. അതേപോലെ വ്യാഴം വെള്ളി ശനി ഞായർ ഈ 4 ദിവസങ്ങളിൽ 60 ദിറംസാണ്. അതായത് 30 ദിറംസിന് ഇരട്ടി പൈസ 60 ദിറംസാണ് ഉണ്ടാവുക ഈ 4 ദിവസം. അപ്പോൾ ഒന്നുകൂടി പറയാ, ചൊവ്വയും ബുധനാഴ്ചയാണ് 30 ദിറംസ്, ബാക്കി 4 ദിവസങ്ങളിൽ 60 ദിറംസാണ്. തിങ്കളാഴ്ച ഹോളിഡേ ആണ്. അടിപൊളി സംഭവമാണ്. പ്രത്യേകം പറഞ്ഞു ഫാമിലിക്കായാലും അടിപൊളി, കുട്ടികൾക്കായാലും വലിയവർക്കായാലും അതേപോലെ ജെൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ചെങ്ങായിമ്പോൾ നിങ്ങളൊന്നും അറിയാതെ അവിടെ നിന്ന് പോവാതെ നിങ്ങൾ എന്തിനാ കാട്ടുന്ന ഒരു പൊടുത്തില്ല. 4 മണിക്ക് ഓപ്പൺ ആവും, അതേപോലെ നൈറ്റ് 10 മണിക്കാണ് ക്ലോസ് ആക്കിട്ട് ചെങ്ങായിമാരെ. 4 മണിക്കാണ് കയറി കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതേപോലെ ചിക്കൻ ചൂടാനൊന്നും പറ്റൂല. ഫുഡ് ആയിട്ടാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കുക, അതേപോലെ അവിടെ ഫുള്ള് കറങ്ങുക, ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ പക്ക ഏരിയകളാണ്. ഒരേ സൈഡിലേക്ക് പോകുമ്പോഴും അജാതി കാണാനുള്ള ഏരിയകളാണ് അവിടെ ഉള്ളത്. എൻജോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എൻജോയ്മെന്റ്. മറ്റൊരു നമ്മൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സാധനത്തിന് കയറാൻ തന്നെ 100-500 റുപ്യ നാട്ടിലത്തെ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ 30 ദിറംസിന് അതിനുള്ളിൽ എന്തൊക്കെ കയറാൻ പറ്റുമോ അതിലെല്ലാം കയറാം. അതേപോലെ കുട്ടികൾക്കൊക്കെ മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസക്ക് കണ്ടമാന കാര്യങ്ങൾ കാണാനും പറ്റും. അതേപോലെ അല്ലേലുള്ള ആൾക്കാർ ആയിട്ട് പോകേണ്ട സ്ഥലമാണ് ഫൺ സിറ്റി. ഈ ഫൺ സിറ്റി നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് കൊടുക്കുക. അതേപോലെ അവർ ആ ഡീറ്റെയിൽസ് കാര്യം മൊത്തം ഞാൻ ഫ്രണ്ടിൽ കൊടുക്കും. അത് നോക്കിക്കൊണ്ട് പിന്നെ കമൻറ്റിൽ അടിക്കരുത് എവിടെ നിന്ന് ചോദിക്കല്ലേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡീസൻ്റെ എല്ലാ വീഡിയോസിലാണെങ്കിലും ഫസ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മൊത്തം കൊടുത്തതിൻ്റെ ശേഷമാണ് വീഡിയോ ഞാൻ സ്റ്റാർട്ടാക്കൽ. പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ സ്ക്രീൻഷോട്ട് അവിടെ ലൊക്കേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 4 മണിക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ, എത്തിക്കോളി മക്കളെ. നിങ്ങൾക്ക് ഏകദേശം ഫുള്ള് കാണാൻ പറ്റും, ഏകദേശം ഫുള്ളിലും കയറാൻ പറ്റും. ഒരു സാധനം 2 സാധനം ഒന്നല്ല അവിടെ കറങ്ങാനും പൊന്തിക്കാനൊക്കെ ഉള്ളത്. ഇങ്ങോട്ട് പറഞ്ഞേക്കേണ്ട ഒരു 10-15 ഐറ്റംസ് മിഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് കയറണമെങ്കിൽ 4 മണിക്ക് വന്നാലേ നിങ്ങൾക്ക് ഫുള്ള് കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒരു 8 മണിക്ക് എത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കയറാൻ പറ്റൂ. അപ്പോൾ 10 മണിയായി നമ്മൾ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലൊരു 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട് അതേപോലെ എല്ലാ ഏരിയയിലും നമുക്ക് കയറാൻ പറ്റും. അപ്പം മറക്കണ്ട, എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോ കാത്തൊക്കെ. ഓക്കെ, ബൈ.